മെക്സിക്കോ കാനഡ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കോ കാനഡ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ നടപ്പിലാക്കി. കടുത്ത നടപടിക്കെതിരെ കാനഡ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തിരികെ നികുതി ചുമത്താൻ മെക്സിക്കൻ പ്രസിഡന്റ് നിർദ്ദേശവും നൽകി. നികുതി യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി മന്ത്രാലയത്തിന്റെ പ്രതികരണം. സജിബോൻ ആന്റണി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീ സജിബോൻ ആന്റണി, ഇതിപ്പോൾ ട്രംപ് തന്റെ പരിഷ്കാരങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണ്. പക്ഷേ മറ്റു പല ലോകരാജ്യങ്ങൾക്കും ഇതിനോട് കടുത്ത എതിർപ്പുമുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുതിയ നടപടികൾ? അതിനോടുള്ള പ്രതികരണം എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ട്രംപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏത് ആംഗിളിലാണ് പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്തത് ആ ഒരു അർത്ഥത്തിലാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ പോളിസികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരും ഒരേ ആംഗിളിൽ ആശങ്കയോടെ നോക്കിക്കണ്ടത് ഇതായിരുന്നു. ഒരു തീരുവ യുദ്ധം അമേരിക്കയുടെ നൈബറിംഗ് കൺട്രീസായ മെക്സിക്കോ കാനഡയുമായിട്ടും, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒപ്പോണന്റായ ചൈനയുമായിട്ടോ, അല്ലെങ്കിൽ അമേരിക്കയുടെ സുഹൃത്ത് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയുമായിട്ടോ ഉണ്ടാവുകയോ എന്നുള്ളതായിരുന്നു എല്ലാ വൃത്തങ്ങളും ഒന്നടങ്കം നോക്കിക്കണ്ടത്. എന്നാൽ ഇന്ന് അത് പ്രാവർത്തികമായിരിക്കുകയാണ്. ട്രംപ് എന്താണോ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അതേ പേജിലാണ്, അതേ ആംഗിളിലാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു തീരുവ സിഗ്നേച്ചർ വന്നിരിക്കുന്നത്. വളരെയധികം ട്രേഡിൽ ഉള്ളവർക്ക് വളരെയധികം ആശങ്കയുണ്ട്. ഇത് പല ഇക്കണോമിസ്റ്റും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഇത് പ്രതികൂലമായി ബാധിക്കും ഒരു അർത്ഥത്തിൽ എന്നാണ്. എന്നാൽ പോലും ട്രംപിന്റെ അഡ്വൈസേഴ്സും ഈ ഒരു ഡിസിഷനിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇന്നത്തോടു കൂടി 25% അഡീഷണൽ തീരുവ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും വരുന്ന പ്രൊഡക്ട്സിനും വരുന്ന ഒരു വിശേഷമാണ് കാണുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയിൽ വരുന്ന ഒരു 80% വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മെക്സിക്കോയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇത് ഡയറക്റ്റ് അമേരിക്കൻ ജനതയെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് എല്ലാ ഇക്കണോമിസ്റ്റും പറയുന്നത്. എങ്കിൽ പോലും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായുള്ള ട്രംപ് പോളിസികൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ കാണുന്നത്. തുടക്കത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ഭീഷണിയായിട്ട് എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇനി ഒരു മുന്നേക്ക് പോകുമ്പോൾ ഒരു നെഗോഷിയേഷന്റെ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇവിടെ അത് യാഥാർത്ഥ്യമാവുകയാണ്. മെക്സിക്കോയോടൊപ്പം കാനഡിയൻ റിലേഷൻഷിപ്പ്, അതായത് അമേരിക്ക ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് അനുസരിച്ചിട്ട് മെക്സിക്കോയെ കാണുന്ന അതേ തലത്തിൽ തന്നെ കാനഡയും കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആ ഒരു ഇതില് കനേഡിയൻസോ ഒന്നടങ്കം അപ്സെറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇവിടെ നിന്നുള്ള 2 പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. ഒരു പ്രഡിക്ഷൻ ഇതാണ്: മെക്സിക്കോയുടെ ഇക്കണോമിയും കാനഡിയൻ ഇക്കണോമിയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ആ മാർക്കറ്റുകൾ ഒരു പരിധി വരെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. എന്നാൽ അതേസമയം അമേരിക്കൻ ഉപഭോക്താക്കള് ഈ ഒരു വരുന്ന 25% അഡീഷണൽ തീരുവ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പച്ചക്കറിക്കും അവരുടെ ഫ്രൂട്ട്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ആശങ്കയാണ് അമേരിക്കയിലുടനീളമുള്ളത്. അതോടൊപ്പം അടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഏത് രാജ്യങ്ങളുമായിട്ടുള്ള നെഗോഷിയേഷനാണ് ട്രംപ് പറയുന്നത് ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് പറയുന്നത്. ഏകദേശം 300 ബില്യൺ ആണ് അമേരിക്ക അങ്ങോട്ടേക്ക് കൊടുക്കുന്നതെങ്കിൽ ട്രേഡ് ഇങ്ങോട്ടേക്ക് 400 ബില്യൺ ആണ്. അപ്പം ആ ഒരു 100 ബില്യന്റെ ഡെഫിഷ്യൻസ് ഉണ്ട്. അതിന് ലിവറേജ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേക ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാനഡക്കാര് ഒരു പരിധി വരെ ഈൽഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഉറച്ചു നിന്നത്. ലാസ്റ്റ് മൊമെന്റ് വരെ വൈറ്റ് ഹൗസും അതോടൊപ്പം കനേഡിയൻ ഭരണകൂടവും മെക്സിക്കൻ ഭരണകൂടവുമായിട്ട് വളരെയധികം ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ചർച്ചകളൊന്നും ഫലവത്ത് കണ്ടില്ല. ട്രംപ് ഏത് ഡയറക്ഷനിലാണോ ഉദ്ദേശിച്ചത് അതേ ഡയറക്ഷനിലേക്കാണ് അദ്ദേഹത്തിന്റെ പോളിസികൾ പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിന്റെ പല വൃത്തങ്ങളും ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മേ ബി ഇവിടെ നിന്നുള്ള ഓയിൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ അഡീഷണൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഓയില് കുറെ അധികം ഇങ്ങോട്ട് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു സാധനങ്ങളുടെ വിലയോടൊപ്പം ഇന്ധനത്തിന്റെ വിലയും കൂടെ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ തിരിച്ച് സ്പൈക്ക് ചെയ്യും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ അതും ട്രംപ് മാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഇക്കണോമിക് പോളിസിയിൽ അധിഷ്ഠിതമായിട്ട് ട്രംപിന്റെ ഒരു ആശയം പറയുന്നത് അമേരിക്ക പറയുന്ന ആ ഒരു ആംഗിളിൽ മറ്റു രാജ്യങ്ങൾ വന്നില്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായിട്ടുള്ള തീരുവ ഒരു പണിഷ്മെന്റ് ആയിട്ട്
ഒരു പണിഷ്മെന്റ് സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത പോകുന്നത്. അപ്പൊ അതിലധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുമാത്രം വിലക്കയറ്റം അമേരിക്കൻ ജനതയെ ബാധിക്കും, അതോ കനേഡിയൻ ഇക്കണോമി അല്ലെങ്കിൽ മെക്സിക്കൻ ഇക്കണോമിയെ എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളത് നമ്മൾക്ക് ഇനിയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആശങ്കപ്പെട്ടതുപോലെ തന്നെ, ചിന്തിച്ചതുപോലെ തന്നെ, പല മീറ്റിങ്ങുകളിലും ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ആംഗിളിലാണ് ട്രംപ് ഫസ്റ്റ്, അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു പോളിസിയിലാണ് ഇപ്പൊ മുന്നേക്ക് പോകുന്നത്. സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.